मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൺസിറ്റിയെ ഞാൻ തലകീഴായി മാറ്റാൻ പോവുകയാണ്. എടുത്തിട്ട് തട്ടിക്കളിക്കും, അമ്മാനമാടും. ഇപ്പൊ നമ്മളുടെ പിഗി ബാങ്കിലുള്ള പൈസ നമുക്ക് ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം. വൺ വേർഡിൽ പറയുകയാണെങ്കിൽ സേവിങ്സ്. സേവിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വന്നത്, ഞാൻ ഈ സേവ് പൂരി ഒന്ന് കഴിച്ചോട്ടെ. ടോണി ബാസ്, നമ്മളിപ്പോ എന്തിനാ ഇവിടെ ബാങ്കിൽ വന്നിരിക്കുന്നത്? പൈസ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസയെങ്കിലും വേണം. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലും ഇല്ലല്ലോ. വളരെ വലുതാണ് നമ്മളുടെ ഈ രാജ്യം, പക്ഷേ ടോണി ബോസ് എന്നും പൂജ്യം. ഇപ്പൊ പറയടാ, ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താകും? ആ എന്നാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ട്വിങ്കിളും ഡോഡോയും വെച്ചിരിക്കുന്ന കാശ് കാണാതെ പോകണം. ആ കാശ് വെച്ച് നമുക്ക് ഐസ്ക്രീമും പിസ്സയും ധാരാളം കഴിക്കാം. അവരുടെ ബാഗിൽ ഒരുപാട് പൈസ ഉണ്ടാവുന്ന തോന്നുന്നേ. ടോണി ബോസിന്റെ ഐഡിയ എല്ലാം വളരെ ടോപ്പാണ്, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പാണ്. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൗണ്ട് വേവ്സ് വെച്ച് ഞാൻ എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്യും, എന്നിട്ട് അടിച്ചു മാറ്റി പോവും. വെരി നൈസ്. തകിടം മറിയും, തലകീഴായി മാറും. കലക്കി. ഹാൻഡ്സ് അപ്പ്. ഞാനിപ്പോ വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഒറ്റക്കാലിൽ തുള്ളിച്ചാടി കളിക്കാൻ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നുന്നത്, ഒറ്റക്കാലിൽ ചാടി കളിക്കുന്ന മുമ്പ് ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. എന്താ നമുക്ക് പറ്റിയത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഒറ്റക്കാലിൽ ഇങ്ങനെ തുള്ളിക്കളിക്കാൻ എന്തുകൊണ്ടാ എല്ലാവർക്കും തോന്നിയത്? വരൂ, എല്ലാവർക്കും തുള്ളിച്ചാടി ഡാൻസ് കളിക്കാം. സിൻസ് 1986. കൊള്ളാം, എല്ലാവരും തുള്ളിച്ചാടി കളിക്കുകയാണല്ലേ. വെൽക്കം സാർ. നിങ്ങളും ഇതുപോലെ കളിക്കാൻ വന്നതാണോ? അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല, എനിക്ക് ബാങ്ക് കൊള്ളയടിക്കണം. ഓക്കെ സാർ, എല്ലാ താക്കോലും ഞാൻ എന്റെ ഡ്രോയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സേഫ് ഓപ്പൺ ചെയ്യാനുള്ള നമ്പർ 420-9211. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് താങ്ക് യു പറഞ്ഞേ പറ്റൂ. എന്നാൽ പറയട്ടെ, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സാറേ. ബാങ്ക് ഓഫ് സൺ സിറ്റി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കാത്തിരിക്കുകയാണ് സിൻസ് 1986. സാറേ, ഒരു മിനിറ്റ് നിൽക്കൂ. സാറേ, നിങ്ങൾ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കാതെ മറന്നു പോവുകയാണല്ലോ. നീ എനിക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് തരാൻ വന്നതാണോ? താങ്ക് യു. യു ആർ വെൽക്കം സർ. പ്ലീസ് വിസിറ്റ് അഗൈൻ. ബാങ്ക് ഓഫ് സൺ സിറ്റി നിങ്ങളുടെ സേവനത്തിനായി കാത്തിരിക്കുകയാണ് സിൻസ് 1986 സർ. ചേടാ, ബാങ്ക് ആരോ കൊള്ളയടിച്ചു സിൻസ് 1986. ട്വിങ്കിൾ പറഞ്ഞത് ശരിയാണ്. ഞാനും എന്റെ സേവിംഗ് അക്കൗണ്ട് SB ബാങ്കിൽ തുടങ്ങുന്നതാണ് നല്ലത്. ഇനി പിഗ്ഗി ബാങ്ക് വേണ്ട. R7 ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ അടുത്ത് എവിടെയോ അപകടമുണ്ട്. എന്തായിരിക്കും സംഭവിച്ചത്? അടുത്ത അപകടമൊന്നും കാണുന്നില്ലല്ലോ. ബാങ്ക് മൊത്തം ഞാൻ കൊള്ളയടിച്ചു കഴിഞ്ഞു. എല്ലാം തകിടം മറിയും, തലകീഴായി മാറും. കലക്കി.
ഇത്ര വേഗത്തിൽ ഓടുന്ന ഒരു ചെക്കനോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ. എന്റെ പേര് കീക്കോ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ബാങ്കിലെ പൈസ ഇങ്ങനെ കൊള്ളയടിക്കുന്ന കാര്യം തെറ്റാണ്. ആണോ? ഔ, ഇങ്ങനെ എന്റെ പിന്നാലെ ഓടുന്നതും വളരെ റോങ് ആണ് മോനെ. ഔ, എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇയാൾ തന്റെ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹായ് സൂപ്പർ സ്പീഡോ. ഹൂട്ടർ ഷൂട്ടർ തന്റെ സൗണ്ട് വേവ്സ് കൊണ്ട് എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ബാങ്ക് കൊള്ളയടിച്ച് പോവുകയാണ്. നമുക്ക് അയാളെ പിടിച്ച് പൈസ മുഴുവനും തിരിച്ച് ബാങ്കിൽ ഏൽപ്പിക്കാം. ഓക്കേ ബഡി കീക്കോ. ഔ, എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ആ കൊച്ചു ചെക്കന് ഇതുവരെ എന്റെ സൗണ്ട് വേവ്സിന്റെ പവർ എന്താണെന്ന് അറിയില്ല. ഔ, തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. എന്റെ സൗണ്ട് വേവ്സിന്റെ പവർ എന്താണെന്ന് ഇപ്പൊ ഇവന്മാര് മനസ്സിലാക്കും. ഇപ്പോൾ ഡിസ്ട്രോയ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇയാളുടെ സൗണ്ട് വേവ്സ് വളരെ പവർഫുൾ ആണ്. പോലീസ് ജീപ്പിനെ പോലും ടോയ്സിനെ പോലെ വലിച്ചെറിയാണ്. നമുക്ക് അവനെ തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവൻ വീണ്ടും പല പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇവൻ എന്താണ് കരുതിയത്? എന്റെ സൗണ്ട് വേവ്സിന്റെ ബീം ബാക്ക് സൈഡിൽ വർക്കാവില്ലെന്നാണോ? ഔ, ഇത് എല്ലാ ഡയറക്ഷനിലും വർക്കൗട്ട് ആകും. തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. സൂപ്പർ സ്പീഡോ, നിന്റെ സൂപ്പർ സ്പീഡ് യൂസ് ചെയ്ത് ഹൂട്ടറിനെ ഫോളോ ചെയ്യേ, അല്ലെങ്കിൽ അയാൾ എസ്കേപ്പ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഹൂട്ടർ വന്ന് സൺസിറ്റിയിലെ ബാങ്ക് കൊള്ളയടിച്ചെന്നോ? എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ പിടികൂടിയാനേ. ലൈല, അതേന്നെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം ഏലിയൻസും ഇതുപോലെ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് ഈ എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എർത്തിൽ നിന്നും പറന്ന് പുറത്തേക്ക് പോയി. എന്റെ തോളിൽ എർത്തിനെ ചുമന്ന് നടന്നു. എന്നിട്ട് എർത്തിനെ വലിച്ചെറിഞ്ഞ് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അവരുടെ സൗണ്ട് വേവ്സിനെ ഞാൻ ഡിസ്ട്രോയ് ചെയ്തു. എന്തിനാ ഈ കള്ളക്കഥകളൊക്കെ പറയുന്നത് മേയർ സാറേ? അത് കള്ളക്കഥയൊന്നുമല്ല, സത്യമാണ്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ജനൽ വഴി ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ബോൾ വന്ന് എന്റെ തലയിൽ വീഴട്ടെ. അപ്പൊ അത് കള്ളക്കഥ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം, ഹൂട്ടർ ഷൂട്ടറിനെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ്. സാറ് പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായല്ലോ. ഹൂട്ടറിന്റെ സൗണ്ട് വേവ്സ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സാറ് ചോദിക്കുന്നേ. നീ അത്രയ്ക്കായോ? ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നീ ക്രോസ് ചെയ്തെത്തിയല്ലേ? നോ പ്രോബ്ലം. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അവൻ ഇപ്പോൾ പറക്കാൻ തുടങ്ങും. ഔ, തകിടം മറിഞ്ഞു, തലകീഴായി മാറി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 183 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. ഈ ചെക്കൻ കളി പഠിച്ചവനാണെന്ന് തോന്നുന്നു. എടാ കൊച്ചനെ, നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് ജോളി ആയിട്ടിരിക്കാൻ പഠിക്കേ. അവരുടെ കൂടെ ഒന്നിച്ചിരിക്കെ, ചേർന്ന് കളിക്ക്, മ്യൂസിക്, ഡാൻസ്, ആനന്ദമായി പാടി കളിക്ക്, ചാടി കളിക്ക്. അതല്ലെങ്കിൽ ഞാൻ എന്റെ ഹിപ്നോട്ടിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് നിനക്കത് പഠിപ്പിച്ചു തരാം. ഔ.
എല്ലാവരും ഇപ്പോൾ എന്റെ സൗണ്ട് വേവ്സിന്റെ കൺട്രോളിലാകും. അതിനു മുമ്പ് ഞാൻ ഒരുപാട് ദൂരെ കടന്നു ചെല്ലും. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. അയാളുടെ ഹിപ്നോട്ടിക് വേവ്സ് കാരണം എല്ലാവരും ഡാൻസ് ചെയ്യാണല്ലോ. ഡാൻസ് കളിക്കുന്ന കാര്യത്തിൽ ഞാനും നമ്പർ 1 ആണ്. നീ ഇതെന്തായി ചെയ്യുന്നത് സൂപ്പർ സ്പീഡോ? ഇത് കളിക്കാനുള്ള സമയമല്ല. സോറി ബഡി, അതെന്താന്ന് വെച്ചാൽ മ്യൂസിക് കേട്ടാൽ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു പോകും. ഐ ആം എ മ്യൂസിക് ലവർ, യു നോ. ഐ നോ. ജയിച്ചതിന് ശേഷം നമ്മളൊരു പാട്ട് പാടുന്നത് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ മിസ്റ്റർ ഹൂട്ടറിനെ പിടിച്ചതിന് ശേഷം. ഓക്കെ ബഡി കീക്കോ, എന്നാൽ ഞാൻ റെഡി. ഹൂട്ടർ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. എനിക്ക് അവനെ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. വേഗം തിരിച്ചു പോ സൂപ്പർ സ്പീഡോ. ഏതായാലും മിസ്റ്റർ ഹൂട്ടറിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മളും ചില പ്ലാനിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് എല്ലാവരെയും ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യും. എന്നിട്ട് അടിച്ചു മാറ്റും ടോം സീക്രട്ട്. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. നമ്മളുടെ സെക്യൂരിറ്റി ആളുകൾ എല്ലാവരും കയ്യിൽ തോക്ക് പിടിച്ച് ദാണ്ടിയ ഡാൻസ് കളിക്കുകയാണല്ലോ. എന്റെ പേര് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സൺസിറ്റിയുടെ ടോപ്പ് സീക്രട്ട് ഫയൽ അടിച്ചു മാറ്റി പോകും. പക്ഷെ നിങ്ങൾ എല്ലാവരും ദാണ്ടിയ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും. തകിടം മറിയട്ടെ, തലകീഴായി മാറട്ടെ, കലക്കി. നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ കീക്കോയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ കീക്കോ ഇപ്പോ എവിടെയാണുള്ളത്? ശരിക്കും ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നു. മമ്മി, ഇനി കളി മതിയാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഇനി സൺസിറ്റിയെ ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. നാളെ ഒരു പക്ഷേ സൗണ്ട് വേവ്സിന്റെ പവർ തീരുമ്പോൾ സൺസിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും എന്നെ തേടി വന്നിട്ട് എന്റെ മുന്നിൽ സറണ്ടർ ആവുന്നതായിരിക്കും. വരൂ, ബോക്സിംഗ് മാച്ച് തുടങ്ങട്ടെ. ഇനി ക്ലോസ് ഫ്രണ്ട്സ് പോലും തമ്മിൽ തല്ലുന്നതായിരിക്കും. ബൈ ബൈ സൺസിറ്റി. ഞാൻ നിങ്ങളുടെ ജീവിതം തലകീഴായി മാറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്നേക്കുമായി ഇതുപോലെ നിർത്താതെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കും. തകിടം മറിയും, തലകീഴായി മാറും, കലക്കി. കീക്കോ, നമ്മൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? നിന്റെ R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. നമ്മൾ ആ ഹൂട്ടർ ഷൂട്ടറിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണം. അവൻ എന്താണ് സംഭവിച്ചെന്നൊന്നും മനസ്സിലാവരുത്. സൗണ്ട് വേവ് ഷൂട്ട് ചെയ്യാൻ പോലും അവന് ചാൻസ് കൊടുക്കരുത്. നീ വളരെ സ്മാർട്ടാണ് കീക്കോ, പക്ഷേ ഞാൻ ഓവർ സ്മാർട്ടാണ്. എന്റെ സൗണ്ടിനെ തോൽപ്പിക്കാനുള്ള ശക്തി ഈ പ്രപഞ്ചത്തിൽ പോലും ആർക്കുമില്ല എന്നുള്ളതാണ് സത്യം. സൂപ്പർ സ്പീഡോ, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. അവന്റെ കയ്യിലുള്ളത് ബാങ്കിലെ പൈസ മാത്രമല്ല, സൺസിറ്റിയുടെ ടോപ്പ് സീക്രട്ട് പേപ്പേഴ്സും ഉണ്ട്. Hooter, watch your back, 'cause
cause we're coming to attack. His hooter is causing chaos. Let's go show him who is the boss. Hooter, hooter, watch your back. അവന്റെ സൗണ്ട് വേവ്സ് വളരെ സ്ട്രോങ് ആണ് കിക്കോ. എനിക്ക് അവന്റെ അടുത്ത് എത്താൻ പോലും പറ്റില്ലെന്ന് തോന്നുന്നു. ബഡി കിക്കോ, പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യൂ. ആ സൗണ്ട് വേവ്സ് വളരെ ഡേഞ്ചറസ് ആണ്. ഹൂട്ടർ ഷൂട്ടറിന്റെ പവർ മൊത്തം ഇരിക്കുന്നത് അവന്റെ കാറിലാണ്. നമ്മൾ അവന്റെ കാറിലുള്ള ഹൂട്ടറിനെയും ഷൂട്ടറിനെയും ഡിസ്ട്രോയ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ചെയ്യും? എനിക്ക് അവന്റെ അടുത്തേക്ക് എത്താൻ പോലും പറ്റുന്നില്ല. ഞാൻ ഫുൾ സ്പീഡിൽ പോയിട്ടും അവന്റെ പവർ വേവ്സ് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി കിക്കോ. Watch your back, cause we're coming to attack. Hooter, you're not gonna get too far. We are coming to save all the cars. Hooter, hooter, watch your back, cause we're coming to attack. Now it's time to test our fate. Kiko, kick him out the gate. പാവം ചെക്കൻ പേടിച്ചോടിപ്പോയെന്നാണ് തോന്നുന്നത്. വെരി ഗുഡ് സൂപ്പർ സ്പീഡോ. ഹൂട്ടറിന്റെ കാറിന് പാരലൽ ആയിട്ട് ടണൽ റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കെ. ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഓക്കേ ബഡി. സൂപ്പർ സ്പീഡോ, മിസ്റ്റർ ഹൂട്ടർ നമ്മുടെ മുകളിലുണ്ട്. എന്തോ ചെയ്യേണ്ടെന്ന് നിനക്കറിയാലോ. ഓഫ് കോഴ്സ് കിക്കോ. ഞാൻ അവന്റെ റൈറ്റ് സൈഡ് ഹൂട്ടറിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ അവൻ പിൻവാങ്ങിയതല്ല, പതുങ്ങിയിരുന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ നോ പ്രോബ്ലം, മിസ്റ്റർ ഹൂട്ടറിന്റെ ഒരു ഹൂട്ടർ മാത്രമാണ് പൊട്ടിപ്പോയത്. ചേടാ, അവൻ വീണ്ടും റോഡിനടിയിൽ പോയി കളഞ്ഞല്ലോ. പെട്ടെന്ന് ഏത് വഴി പുറത്തു വരുമെന്ന് പറയാനും പറ്റില്ല. ഇനി ഞാനും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. ഇനി ആ കാറിനെ അല്ല നശിപ്പിക്കേണ്ടത്, ആ ഡ്രൈവറിനെ വേണം നശിപ്പിക്കാൻ. അവനെ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ പിന്നെ ആ കാർ ഈസി ആയിട്ട് എന്റെ കൺട്രോളിൽ വന്ന് എത്തിച്ചേരും. ഞാനാണ് മിസ്റ്റർ ഹൂട്ടർ, സൗണ്ട് വേവ്സിന്റെ ഷൂട്ടർ. എന്റെ സൗണ്ട് വേവ്സ് നിന്റെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നതെല്ലാം നീ ചെയ്തു തുടങ്ങും. സൂപ്പർ സ്പീഡോയ്ക്ക് കാർ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്ക്. സൂപ്പർ സ്പീഡോ, തിരിച്ചു പോ. സൂപ്പർ സ്പീഡോയോട് പറയേ, നിന്റെ പെർമിഷൻ ഒന്നുമില്ലാതെ അവൻ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. സൂപ്പർ സ്പീഡോ, എന്റെ പെർമിഷൻ ഇല്ലാതെ നീ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. ഓക്കേ ബഡി കിക്കോ. ഇപ്പോ ആ കാറിനെ കൺട്രോൾ ചെയ്യുന്നവൻ എന്റെ കൺട്രോളിലാണ്. സംഗതി കൊള്ളാം. നീ ഒന്ന് ഡാൻസ് കളിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനി ഞാൻ വളരെ റിലാക്സ് ആയിട്ട് നിങ്ങളെ കുറച്ച് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്റെ കോൺസെൻട്രേറ്റ് സൗണ്ട് വേവ്സ് കാരണം മൈൻഡ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തതായി ഞാൻ സൂപ്പർ സ്പീഡോയെ എന്റെ സ്ട്രോങ് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് നശിപ്പിക്കും. അതിനുശേഷം സൺസിറ്റിയിൽ ചെന്ന് വീണ്ടും ഞാൻ കൊള്ളയടിക്കും. അതും നിന്റെ കൺമുമ്പിൽ വെച്ചായിരിക്കും കിക്കോ.
അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി നിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് വർക്ക്ഔട്ട് ആകാത്തത്? ട്രിക്ക് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് കിക്ക് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഹൂട്ടർ. ഞാൻ എന്റെ കാതിൽ ഇയർ പ്ലഗ് ഫിക്സ് ചെയ്തിരുന്നു. സോ നിങ്ങളുടെ ഫ്രീക്വൻസി എന്റെ അടുത്തേക്ക് വരില്ല. എന്ന് വെച്ചാൽ നീ എന്റെ സൗണ്ട് വേവ്സ് കാരണം ഹിപ്നോട്ടൈസ് ആയതുപോലെ അഭിനയിക്കുകയായിരുന്നു. അതെ മിസ്റ്റർ ഹൂട്ടർ, സൂപ്പർ സ്പീഡോയുടെ സൗണ്ട് അല്ലാതെ മറ്റെല്ലാ നോയ്സും ഈ ഇയർഫോൺ ബ്ലോക്ക് ചെയ്തു. സൗണ്ട് ഫ്രീക്വൻസി എന്റെ ചെവി വഴി അകത്തേക്ക് പോയാലല്ലേ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അതെന്റെ ചെവിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ബ്രെയിനിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ചക്ക. ഇതെന്താ പറ്റിയത്? നമ്മളെന്തിനാ വെറുതെ ഇങ്ങനെ ഏറ്റുമുട്ടുന്നത്? മേയർ സാറേ, എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോ ഞാൻ കമ്പനി തരികയായിരുന്നു. എടാ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം വീണ്ടും ചാടിയാൽ ചട്ടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? ചട്പട്ട് അങ്കിൾ പറഞ്ഞത് ഷോർട്ടാക്കി പറഞ്ഞാൽ യു ആർ അണ്ടർ അറസ്റ്റ്, റൈറ്റ് അല്ലേ അങ്കിൾ? വളരെ ശരിയാണ് മോനെ, കലക്കി. ഇതാ മേയർ അങ്കിൾ, സൺ സിറ്റിയുടെ ടോപ്പ് സീക്രട്ട് ഫയൽ. ഇപ്പോഴും ടോപ്പ് സീക്രട്ട് ആയിട്ട് തന്നെ ഉണ്ട്. കൊള്ളാം. താങ്ക് യു സൂപ്പർ സ്പീഡോ ആൻഡ് കീക്കോ. വീണ്ടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സൺ സിറ്റിയെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. 2 words പറയണമെങ്കിൽ ജയിച്ചു കഴിഞ്ഞു. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.